ഹായ് നമസ്തേ കഫ്രീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മച്ചന്മാരെ സിനിമയാണ് നിങ്ങളെ വിശേഷമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി, പുതിയ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വിഷയം എന്താണ്? ഇന്നത്തെ വിഷയം ചത്ത പച്ചയുടെ, അതായത് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യമായിട്ട് റെസ്ലിംഗിന്റെ അല്ലെങ്കിൽ WWE ഒരു ത്രെഡിൽ വരുന്ന ആദ്യത്തെ സിനിമ അത് തന്നെ. അതാണ് കറക്റ്റ്. അപ്പം അല്ല WWE എന്താ അങ്ങനെ പറയാമല്ലോ, ആ ഒരു ടെംപ്ലേറ്റില് അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ ഓക്കെ. ഓ അത് കൊള്ളാല്ലേ. അർജുൻ അശോക് ഓ കള്ളർ പാടോ വലിയ കൊള്ള വൈബ് പിള്ളേര് കൊണ്ട് സിദ്ധിക്ക് ഇവിടെ കൊള്ളാടാ അത്. കുപ്പി കുപ്പി വൈശാഖ വിഷയോടോ വിഷയല്ലേ നമ്മളൊക്കെ അറിയാം. ഓ ഇവരാ ഫ്യൂച്ചറും ബാസ്കറ്റ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെതായിരിക്കുമല്ലോ. ഓ വരട്ടെ വരട്ടെ വരട്ടെ. സംശയം ഓരോ വായിച്ചാൽ വേറെ വിഷയം മാറ്റും മോനെ. സീനടാ ഓ കിണ്ടലടി ചത്ത പച്ച രണ്ടിന എല്ലാവരും ലുക്ക് കണ്ട, എല്ലാരും ലുക്ക് കണ്ട. അത് വിഷയം എല്ലാവർക്കും ഉള്ള ഇൻട്രോ കണ്ട. എല്ലാവരും ഈ ലുക്ക് വരുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ലുക്ക് എങ്ങനെയായിരിക്കും? ക്യാപ്റ്റൻ മുടി ഫേസ് എങ്ങനെയായിരിക്കും? അത് ശരിയായിരിക്കും. മറ്റേ ഒരു ലുക്ക് വന്നാൽ ഒറിജിനൽ ആയിരുന്ന മറ്റേ അല്ല, ഒറിജിനൽ ഒന്നും വന്നില്ല. അറിയാം. ഓ സസ്പെൻസ് ആയിരിക്കും. കുറച്ച് ഇതല്ലേ ക്യാമിയോ അല്ലേ പറഞ്ഞത്, അപ്പൊ അവര് ഇറക്കൂല്ലോ എന്തായാലും. കണ്ടത് വെച്ചിട്ട് അവരെ നാട്ടിലേക്ക് അവര് ഒരു MMA ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫൈറ്റ് കൊണ്ടുവരുന്നു. പിന്നെ അവരെ ഫ്ലാഷ് ഫൈറ്റിലോട്ട് കിടന്നപ്പോ അവരെ അപ്പിയറൻസ് മൊത്തം മാറിയിട്ടുണ്ട്. മറ്റേ ഗോതയില്ലേ അതുപോലെ തോന്നി. മറ്റേ രഞ്ജി പണിക്കറൊക്കെ ആദ്യം പറയും ഇതൊന്നും ഇല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പെപ്പേർ ഒരു പടം ഇറങ്ങിയല്ലേ അതിന്റെ ഒരു അതുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇവരെല്ലാരും ഒരു വിന്റേജ് സ്റ്റൈലാണ് അല്ലേ. ഗ്ലാസ് അത് പറയണുണ്ട് ഫാഷനൊക്കെ ഓവറാണ് എന്ന് ഓവറല്ലടാ, ഒരു അവരിത് കൊണ്ടുവരണേണ് ഇതിലോട്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം അവർ ചെയ്യുന്നു. അത് ചെയ്യും എന്തായാലും. പിന്നെ ഇതിനകത്ത് മറ്റേ ഇത് കാണിച്ചു അവരൊരു, അതായത് കുടുംബമൊക്കെ ആയി കഴിയുമ്പം സ്വസ്ഥമായിട്ട് ജീവിച്ചോണ്ട്. പിന്നെ സെന്റിമെന്റൽ ഒക്കെ വരണം. അത് വരുവോടോ സ്വാഭാവികമായിട്ട്. അങ്ങനെ എപ്പോഴും ഇമോഷൻ വർക്ക് കളർഫുൾ എന്തായാലും 22-ാം തീയതി അല്ലേ? 22-ാം തീയതിയാണ് പടം. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാറ്റും. പിന്നെ സീ മാറ്റോ? സീൻ മാറ്റം വെച്ചാൽ അത് പറയാൻ പറ്റൂല. എടാ അത് ഇറങ്ങട്ടാ, അത് പറയാൻ പറ്റൂല. പടം ചിലപ്പോഴേ വർക്കാവൂ. കാരണം എനിക്ക് അത് ഇപ്പോഴും ഫുള്ള് അത് ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ തല്ലുമാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഒരു യൂത്ത് പിള്ളേർക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് പലർക്കും ഫ്ലാഷ് ബാക്ക് സീൻ വന്നിട്ടുണ്ടോ? മറ്റേ അല്ല കുടുംബമായിട്ടുള്ള അതും വന്നിട്ടുണ്ട് സീൻ. അതുകൊണ്ട് അങ്ങനെയല്ല. ഇപ്പം ഈ ഫാമിലി ഓഡിയൻസ് അന്ന് തല്ലുമാലയ്ക്ക് പോയപ്പോഴത്തേക്കും ചുമ്മാ അവിടെ നടിക്കണം. ഇതാണ് അവര് പറഞ്ഞ ഒരു റീസൺ. എനിക്ക് തോന്നുന്നത്
ഇത് ആദ്യമേ ഫാമിലി ഡ്രാമ കാണിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. നമ്മുടെ RDX-ലേക്ക് അത് പക്ഷേ എല്ലാവർക്കും ഫാമിലിക്കാർക്ക് ഇഷ്ടപ്പെട്ടതാണ്. കാര്യം ആ കൊച്ചിനെ കടിച്ചപ്പം വീട്ടിൽ ഇരുന്ന് നമ്മളെ അമ്മയെ 2 കൊടുക്കണം എന്നുള്ള ആ രീതിയില. അങ്ങനെ വർക്കൗട്ട് ആക്കുകയാണെങ്കിൽ ഇത് വർക്കാവുന്നതാണ് എന്റെ ഒരു സമയം കുറെ പോകണം. അപ്പൊ ചത്താപ്പച്ച എന്താണ് ജാനുവരി 22. അപ്പൊ നമ്മളും സിനിമ കാണും, റിവ്യൂസ് ആയിട്ടൊക്കെ വരും. അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ കണ്ടന്റ് വരുന്നുണ്ട്, പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ കൊണ്ടുവരാൻ. ലൈൻ കട്ട്.